നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും ആ ഒരു ആത്മബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സീക്രട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സീക്രട്ട്, ആ ഒരു ട്രൂത്ത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്പോൾ പലരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, സെപ്പറേഷനിലാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്, നിങ്ങൾ നൈറ്റ് ടൈമിൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട്. നിങ്ങൾക്ക് പോലും ആരോടും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം സങ്കടത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഓക്കേ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒരുപാട് വേദന നിങ്ങൾ ഹൈഡ് ചെയ്യാണ്. നിങ്ങൾ ആ ഹൃദയത്തിൽ ഒരുപാട് ഭാരങ്ങൾ കൊടുക്കുകയാണ്. കാരണം ഓവർ തിങ്കിങ് ആണ് നിങ്ങൾക്ക്. നിങ്ങളെപ്പോഴും ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളുടെ മനസ്സിൽ ഉള്ള സങ്കടങ്ങൾ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാണ്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആ വേദന അനുഭവിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ വേദന നിങ്ങൾ യൂണിവേഴ്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ഈ പേഴ്സണോടോ അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു മൊമെന്റിൽ പോലും. അത്രമേൽ നിങ്ങൾക്ക് ഈ സെപ്പറേഷനെ താങ്ങാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് മേ ബി നിങ്ങൾക്കിടയിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഈ വ്യക്തിയെ കണ്ട നാൾ മുതൽ തന്നെ നിങ്ങൾക്ക് അത്തരമൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ ഉള്ളതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീംസിൽ ഈ വ്യക്തിയെ കാണുന്ന പോലെ, എപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം. ഇത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സീക്രട്ടായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ്. ഓക്കെ, യെസ്, ട്വിൻ ഫ്ലെയിം ടെലിപ്പതി. ഒത്തിരി പേർക്കും നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നിട്ട് പോലും നിങ്ങളുടെ ചിന്തകൾ എന്താണ്, ആ വ്യക്തിയുടെ ചിന്തകൾ എന്താണ് എന്ന് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ പലരും ഒരു ട്വിൻ ഫ്ലെയിം എനർജിയാണ്, നിങ്ങൾ പലരും ട്വിൻ ഫ്ലെയിം സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. ഓക്കെ, ആൻഡ് നിങ്ങളോട് വളരെ ആഴമേറിയ ഒരു കണക്ഷനാണ്, അത്രമാത്രം ഒരു സോൾ കണക്ഷൻ, വളരെ ഡീപ്പായിട്ടുള്ളൊരു സോൾ കണക്ഷൻ, ഒരു സോൾ ബോണ്ടിങ് ആണ് ഈ റിലേഷൻഷിപ്പിലുള്ളത്. നിങ്ങൾ എത്ര സെപ്പറേറ്റഡ് ആയിട്ടിരുന്നാലും, എത്രമാത്രം നിങ്ങൾ പരസ്പരം കാണാണ്ടിരുന്നാലും, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സോളുകൾ തമ്മിൽ സെപ്പറേറ്റ് ആക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അത്രമാത്രം ആഴമേറിയ ഒരു ബന്ധമാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടിപ്പോൾ ഈ വ്യക്തിക്ക് ഒത്തിരി അകലമുണ്ടായിരിക്കാം. മേ ബി ഇത് കുറച്ച് പേർക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എത്ര നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് സെപ്പറേറ്റ് ആയിരുന്നാലും എത്ര കാലം വേണമെങ്കിലും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. കാരണം നിങ്ങളുടെ സോളിന് അറിയാം എത്രമാത്രം നിങ്ങൾ അകലത്തിലായിരുന്നാലും നിങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരു ദിവസം വരും എന്ന് നിങ്ങളുടെ സോളിന് വളരെ അറിയാവുന്നുള്ളൊരു സാഹചര്യമാണിതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഇതൊരു ട്വിൻ ഫ്ലെയിം സ്റ്റേജ് ആണ്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തി നിങ്ങളുടെ റിയൽ ട്വിൻ ഫ്ലെയിം ആണ്. അതുകൊണ്ട് ഇത് ഒരു ട്വിൻ ഫ്ലെയിം സ്റ്റേജ് ആണ്. ഈ സെപ്പറേഷൻ ആ ട്വിൻ ഫ്ലെയിം സ്റ്റേജസിന്റെ ഒരു പാർട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇപ്പോഴും റിപ്പീറ്റായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. നിങ്ങളെ എപ്പോഴാണോ സ്നേഹിച്ച് തുടങ്ങുന്നത്, നിങ്ങളുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത്, ആ ഒരു മൊമെൻറ്റിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ സെപ്പറേഷൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ,
വാല്യൂ കളഞ്ഞ് ഒരിക്കലും ഒരു വ്യക്തിയുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. ആ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യരുത്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സെൽഫ് റെസ്പെക്റ്റ് ആണ്, സെൽഫ് ലവ് ആണ് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇതിനിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെയോ ആ തരത്തിൽ നിങ്ങൾ ഡീപ്പ് ഡിപ്രഷനിൽ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു സെൽഫ് കെയർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിലുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആ ഒരു ജേണിയിലേക്ക് മാറുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായി പോയി എന്ന് തോന്നിയ ആ ഒരു പ്രണയം, ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ സെപ്പറേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഈ വ്യക്തി വളരെ ലോയലാണ്. അത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ഓക്കെ. ആൻഡ് റീച്ചിങ് കൺക്ലൂഷൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും, ഈ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ ട്രസ്റ്റ് ഇഷ്യൂസും മാറിപ്പോകുന്നതാണ്. ഒരു നിമിഷത്തിൽ നിങ്ങളെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ആ ഒരു കൺക്ലൂഷൻ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ സെപ്പറേഷൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാം. ആ ഒരു സെപ്പറേഷനിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു എൻഡ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു റീയൂണിയനുള്ള ടൈം, ആ ഒരു ഡിവൈൻ ടൈം ചിലപ്പോൾ വളരെ അടുത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഈ മെസ്സേജിലൂടെ മനസ്സിലാവുന്നത്. റീച്ചിങ് കൺക്ലൂഷൻസ്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിനെല്ലാം ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നു. ഓക്കെ. യെസ്. ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത് തന്നെ നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ കൊണ്ട് മാത്രമാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. കാരണം ദിസ് കുഡ് ബി ദ വൺ. ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി. ഡെഫിനറ്റ്ലി എത്ര നാളുകൾ കഴിഞ്ഞാലും നിങ്ങൾ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു മെസ്സേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങളെ ഒരു ശക്തിക്കും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു ജീവിത സാഹചര്യത്തിനോ ഒരിക്കലും നിങ്ങളെ സോളുകളെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല. ഓക്കെ. ഇത്ര ആഴമേറിയ ഒരു ബന്ധം, അല്ലെങ്കിൽ അത്രത്തോളം ഒരു സോൾ ബോണ്ടിങ് ഉള്ള ഡീപ്പ് കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് എപ്പോഴും എത്ര നാൾ കഴിഞ്ഞിട്ടും ഈ ഒരു പവറിൽ നിലനിന്ന് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.